ഉം. ഒരുപാട് സമയം ഞാൻ ലൈവിൽ നിൽക്കുന്നില്ല. തിരക്കുകളൊക്കെ ഒഴിഞ്ഞ് വന്നിരുന്ന് ലൈവ് ഇട്ടത് ഞാൻ വിമർശകർക്ക് സ്നേഹിക്കുന്നവരെക്കാട്ടിയും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതുകൊണ്ടാണ്. നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് എല്ലായ്പ്പോഴും നമ്മളെ വിമർശിക്കുന്നവരായിരിക്കും എന്നുള്ള ഉറച്ച ബോധ്യമുണ്ടായതുകൊണ്ടാണ്. പക്ഷെ വിമർശനത്തിന് ക്രിയാത്മകതയുണ്ടാവണം, കാതലുണ്ടാവണം. അപ്പോൾ ഒരാളെ വിമർശിച്ചാൽ ക്രിയാത്മകമായി ചോദിക്കാൻ കഴിയണം. അല്ലാതെ ഇപ്പം ഞാൻ വളരെ ഓപ്പണായിട്ട് എല്ലാ വിഷയങ്ങളും അഭിപ്രായം പറയുന്ന ഒരാളാണ്. സ്വാഭാവികമായിട്ടും പൊളിറ്റിക്കലി എൻ്റെ അഭിപ്രായ പ്രകടനങ്ങൾക്ക് താല്പര്യമുള്ളവരുണ്ടാവില്ല. വ്യക്തിപരമായിട്ട് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നമ്മളെ അല്ലെങ്കിൽ നമ്മുടെ വിമർശനങ്ങളെ, രാഷ്ട്രീയ വിമർശനങ്ങളെ അംഗീകരിക്കാൻ കഴിയാത്ത നിരവധി ആൾക്കാരുണ്ട്. പിന്നെ ഏതൊരു മനുഷ്യനും രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ രക്ഷപ്പെടുന്നവനോട് തോന്നുന്ന ഒരു സ്വാഭാവിക എതിർപ്പുണ്ട്. ആ എതിർപ്പ് എനിക്കെന്നല്ല, ലോകത്തെല്ലാവർക്കും ഉണ്ടാകും. ഇപ്പം ഇന്ത്യയിൽ മലയാളത്തിൻ്റെ ഏറ്റവും വലിയ രണ്ട് നടന്മാരാണ് മോഹൻലാലും മമ്മൂക്കയും. അവർക്ക് പോലും വലിയ വിരോധികളുണ്ട്. അതായത് ലാലേട്ടനെ ഇഷ്ടപ്പെടുന്നവർ ധാരാളമുള്ളപ്പോൾ തന്നെ ലാലേട്ടനെ എതിർക്കുന്നവരുമുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമുണ്ട്. അതുപോലെ തന്നെ തിരിച്ച് മമ്മൂക്കയ്ക്കും. അതുകൊണ്ട് എതിർപ്പുകൾ എല്ലായ്പ്പോഴും ഭയങ്കരമായ രീതിയിൽ ആസ്വദിക്കുന്ന ഒരാളാണ് ഞാൻ. ഇനി സാമാന്യ ബോധം ഉണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇതിനിടയിൽ ചോദ്യങ്ങൾ ചോദിച്ചാൽ ഞാൻ തീർച്ചയായിട്ടും അതിനുള്ള മറുപടിയും പറയുന്നതാവും. എനിക്ക് കണ്ടാൽ മതി, കാര്യം കുറേ മെസ്സേജുകൾ പോകുന്നുണ്ട്. ആമുഖമായി ഞാനൊരു കാര്യം പറയാം. ഈ മുൻ കണ്ടസ്റ്റൻറ്റുകളും ചില യൂട്യൂബ് റിവ്യൂവേഴ്സും എന്താണ് പറഞ്ഞു വെച്ചിരുന്നത്? ബിഗ് ബോസ് സീസൺ 5 മോശമാണെന്നാണ്. ഞാൻ എന്താണ് അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന മറുപടി പറയേണ്ടത്? ബിഗ് ബോസ് സീസൺ 5, അതായത് മുൻ കണ്ടസ്റ്റൻറ്റുകളും നിങ്ങളും പറഞ്ഞതിന് അനുയോജ്യമായ രീതിയിൽ നിങ്ങൾക്ക് ഒപ്പം നിന്നുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങൾ ആരും തന്നെ എന്നെ കുറ്റം പറയുന്നില്ല. കഴിഞ്ഞ സീസണിൽ ഞാൻ മികച്ച രീതിയിൽ പ്രകടനം നടത്തി എന്ന് തന്നെയാണ് ഈ എന്നെ കുറ്റം പറയുന്ന ആൾക്കാരും പറഞ്ഞു. അതായത് സീസൺ മോശമെന്ന് പറയുമ്പോഴും അഖിൽമാരാരുടെ പ്രകടനം നന്നായിരുന്നു എന്ന രീതിയിൽ തന്നെയാണ് നിങ്ങൾ അവിടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ മുന്നോട്ട് വെച്ചതിന് ശേഷം സീസൺ 5 കൊള്ളില്ല എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഞാൻ അതിനെ അനുകൂലിച്ചാൽ അപ്പോൾ എന്താണ് ഉണ്ടാവുക? ഞാൻ വന്നിരുന്ന് എൻ്റെ ഒപ്പം മത്സരിച്ച മത്സരാർത്ഥികളെ മോശക്കാരാക്കി മാറ്റണം എന്നുള്ളതാണോ? അപ്പോൾ അതായത് ഫിറോസ് പറഞ്ഞതിനെയും രജത്തേട്ടൻ പറഞ്ഞതിനെയും ഒക്കെ ന്യായീകരിച്ചുകൊണ്ട് അഖിൽമാരാർ മാത്രം അവിടെ പ്രകടനം നടത്തി, ബാക്കിയുള്ളവരൊന്നും അവിടെ ഒന്നും ചെയ്തില്ല എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ ഒപ്പമുള്ള മത്സരാർത്ഥികളെ കുറ്റം പറയാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല എന്ന് മാത്രമല്ല, എൻ്റെ ഒപ്പമുള്ളവരെ എല്ലായ്പ്പോഴും ചേർത്ത് പിടിച്ച് നിർത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരു കൊച്ചുദാഹരണം ഞാൻ പറയാം. മിഥുന് ഹൗസിനുള്ളിൽ വെച്ചിട്ട് എനിക്കെതിരെ ശക്തമായിട്ട് പല രീതിയിൽ എന്നെ അറ്റാക്ക് ചെയ്തിട്ടുള്ള ഒരാളായിരുന്നു മിഥുൻ. ഒരു പക്ഷേ ഹൗസിൽ എനിക്ക് മാനസികമായി ഏതെങ്കിലും രീതിയിൽ ഒരു വിഷമം വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് മിഥുൻ ഞാൻ ഒപ്പം നിന്ന് അവനെ ചതിച്ചു എന്ന് പറഞ്ഞൊരു കാര്യമായിരുന്നു. പിന്നീട് മിഥുൻ്റെ വായിൽ നിന്നൊരു വലിയ അബദ്ധം വീഴുകയും അത് വലിയ രീതിയിൽ പുറത്ത് പ്രശ്നമാവുകയും പുറത്തു പോയിട്ട് തിരിച്ചു വന്നതിന് ശേഷം മിഥുനെ സമൂഹം ഒറ്റപ്പെടുത്തി ആക്രമിച്ചപ്പോൾ അവൻ്റെ ഒപ്പം നിന്നുകൊണ്ട് പുറത്തെ ആൾക്കാർ അതിൻ്റെ പേരിൽ എന്നെ എതിർക്കുമെന്ന് കരുതിയിട്ടോ അതിൻ്റെ പേരിൽ 10 വോട്ട് കുറയുമെന്ന് കരുതിയിട്ടോ ഒന്നും ആയിരുന്നില്ല. ഞാൻ അവനൊപ്പം നിന്നതാണ്. അത് എൻ്റെ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള സ്വഭാവത്തിൻ്റെ ഭാഗമാണ് എന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയണം. അത് തന്നെയാണ് ഈ വിഷയത്തിൽ സംഭവിച്ചത്. ഞാൻ ഒരിക്കൽ പോലും മുൻ സീസണുകളെ താരതമ്യം ചെയ്ത് ഒന്നും പറഞ്ഞിട്ടില്ല. ഇതിനേക്കാൾ മികച്ച സീസണുകൾ തന്നെയായിരിക്കാം ഇതിനു മുൻപ് നടന്നു പോയത്. സീസൺ 5 മോശമായിരുന്നില്ല. നിങ്ങൾ മോശമാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയുകയാണ് ഒരു രീതിയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കോണ്ടന്റുകൾ അവിടെ ഉണ്ടാവാത്തത് കൊണ്ട് അത് മോശമെന്ന് പറഞ്ഞാൽ ഞാനൊന്നും പറയില്ല. ഇത് മോശമായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ മുന്നോട്ട് വെച്ച 2 ഘടകങ്ങൾ, അതായത് എന്തുകൊണ്ട് ഇത് മോശമായി, നിങ്ങളുടെ ആസ്വാദന തലത്തിൽ നിന്ന് മുകളിൽ നിന്നുകൊണ്ട് നിങ്ങൾ പറഞ്ഞ കാര്യം, നിങ്ങളുടെ അറിവില്ലായ്മയിൽ നിന്ന് നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ, അതിലൊന്ന് TRPയുമായി ബന്ധപ്പെട്ട കാര്യമായിരുന്നു. അപ്പോൾ അതെന്തുകൊണ്ട് എന്നുള്ള ഒരു വിശദീകരണമാണ് ഞാൻ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞത്. രണ്ടാമത് പറഞ്ഞത് സ്പോൺസർഷിപ്പുമായി ബന്ധപ്പെട്ട കാര്യം. ഇതൊന്നും നിങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല. ഇപ്പോൾ ഒരു സീസൺ TRP കുറഞ്ഞാലും ഒരു മനുഷ്യൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മതി, നിങ്ങൾ അതിനെക്കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി. അല്ലാതെ ഏഷ്യാനെറ്റിന് ലാഭമായിരുന്നോ, സീസണിൽ സ്പോൺസർമാർ വന്നിട്ടുണ്ടായിരുന്നോ, അതിലെ മത്സരാർത്ഥികൾക്ക് പുറത്തിറങ്ങിയതിന് ശേഷം പ്രയോജനമുണ്ടായിട്ടുണ്ടോ, ഇതൊന്നും നിങ്ങളെ ബാധിക്കുന്ന വിഷയമേ അല്ല. ഒരു ആസ്വാദക എന്ന നിലയിൽ, ഒരു ഷോയെ ഇഷ്ടപ്പെടുന്ന ഒരാളെന്ന നിലയിൽ തീർച്ചയായിട്ടും നിങ്ങളെ ബാധിക്കുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ, നിങ്ങളുടെ ആസ്വാദന നിലവാരത്തിന് ആ ഷോ നീതി പുലർത്തിയോ ഇല്ലയോ എന്നുള്ളത് മാത്രമാണ്. ഇനി സീസൺ 5 എന്ന് പറയുന്നത് അത് ഒറിജിനൽസിൻ്റെ ഒരു സീസണായിരുന്നു. അതായത് ഞങ്ങളുടെ ഒറിജിനൽ സ്വഭാവമാണ് അവരവിടെ ആഗ്രഹിച്ചിരുന്നത്. എന്നെ തന്നെ 5 പ്രാവശ്യമാണ് ബിഗ് ബോസ് വാൺ ചെയ്തത്. കാര്യം ഇത് കുടുംബ പ്രേക്ഷകർ കാണുന്ന ഷോയാണ്.
ഇവിടെ അടിയുണ്ടാക്കാൻ പാടില്ല, വഴക്കുണ്ടാക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ആദ്യത്തെ 50 ദിവസം, അതായത് ആദ്യ ടാസ്ക്, ഇത് മറന്നു പോയിട്ടുള്ളവരെ ഞാനൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ആദ്യത്തെ ടാസ്ക് എന്ന് പറയുന്ന കട്ടപറക്കൽ ടാസ്കിൽ തൊട്ട് തുടങ്ങിയ ചില അടികൾ പല രീതിയിൽ വന്നപ്പോൾ ഹൗസിനുള്ളിൽ ഞങ്ങളെ കൺഫെഷൻ റൂമിലേക്ക് വിളിച്ചിട്ട് ഈ പറയുന്ന ഇത് കുടുംബ പ്രേക്ഷകർ കാണുന്ന ഷോയാണ്, അടിയുണ്ടാക്കാൻ പാടില്ല എന്നുള്ളത് ആവർത്തിച്ച്, പിന്നെ അതിൻ്റെ ഒരു പീക്ക് സംഭവിക്കുന്നതെന്ന് പറയുന്നത് സാഗർ എൻ്റെ കഴുത്തിന് പിടിച്ച് വലിച്ച സമയത്ത്, ഒരു പാവ എടുത്തുകൊണ്ട് വരുന്ന സമയത്ത് എന്നെയും സാഗറിനെയും റിനീഷയും ഞങ്ങളെ ഒരേപോലെ വിളിച്ച് കൺഫെഷൻ റൂമിൽ വിളിച്ചിട്ട് ശക്തമായി വാൺ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് തൊട്ടടുത്ത വീക്കിൽ ഞാൻ ജുനൈസുമായി പിന്നെയും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അപ്പോഴൊക്കെ തന്നെ ആവർത്തിച്ച് നമുക്ക് നൽകിക്കൊണ്ടിരുന്നൊരു നിർദ്ദേശം ഇതായിരുന്നു. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടില്ലേ എന്ന് എനിക്കറിയില്ല, പക്ഷേ ഇതായിരുന്നു അവിടെ സംഭവിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹൗസിനുള്ളിലുള്ള ആൾക്കാർ ആ ഷോയുടെ സ്വഭാവത്തിനനുസരിച്ച്, അതായത് ഒറിജിനൽ എന്ന് പറയുന്ന ഒരു ടാഗ് ലൈനോട് നീതി പുലർത്തണം. അതായത് ഞാനായി നിൽക്കാനേ പറ്റൂ, എനിക്ക് നാടകം കളിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഒരു കണ്ടന്റുകൾ നമുക്ക് പോയി ഒരു വഴക്കുണ്ടാക്കാം എന്ന് കരുതി മനഃപൂർവ്വം വഴക്കുണ്ടാക്കാൻ പറ്റുന്ന രീതിയിലല്ല അവർ ആ സീസണെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് സീസൺ 5. ഒരുപക്ഷെ ആ സീസൺ 5 നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണത്തില്ല, ഞാൻ അതിനോട് 100% യോജിക്കുന്ന ഒരാളാണ്. പക്ഷേ അതോടൊപ്പം തന്നെ സീസണിലെ മത്സരാർത്ഥികൾ മോശമായിരുന്നു എന്ന് പറയുമ്പോൾ എനിക്കതിനെ ന്യായീകരിക്കാനും പറ്റില്ല. ഇനി അതിന് പുറത്തേക്ക്, അപ്പോൾ പിന്നെ അതിന് പുറത്തേക്ക് നടന്ന ചർച്ചകളിൽ എന്തെങ്കിലും ചോദ്യങ്ങൾ ആർക്കെങ്കിലും ചോദിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഞാൻ ചോദിച്ചാൽ ഞാൻ പറയാം. കാരണം എനിക്കിത് വേണമെന്നുണ്ടെങ്കിൽ പുച്ഛത്തോടുകൂടി അവഗണിച്ച് തള്ളിക്കളയാം. കാരണം എവിടെയെങ്കിലും കിടക്കുന്ന ആരെങ്കിലും എന്തെങ്കിലും പറയുന്നല്ലോ എന്ന് കരുതിയിട്ട് അവഗണിക്കാം. ഞാൻ പക്ഷേ ഇത് അവഗണിക്കാത്തത് നിങ്ങൾക്ക് ആ റെസ്പെക്റ്റ് തരുന്നതുകൊണ്ടാണ്. അതായത് ഒരു യൂട്യൂബർ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോഴത്തേക്ക് നമ്മൾ കൊടുക്കുന്ന വില എന്താണ്? ഒരാൾ ഇങ്ങനെ ഒരു വിമർശനം ഉന്നയിക്കുന്നുണ്ട്, അയാൾ ഇങ്ങനെ ഒരു കാര്യം, ഒരു പോയിന്റ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്, ആ പോയിന്റിന് ആണ് നമ്മൾ മറുപടി കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ആ പോയിന്റുകൾക്ക് മാത്രം മറുപടി കൊടുക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് ആ റെസ്പെക്റ്റ് തന്നതുകൊണ്ടാണ് ഇത് പറഞ്ഞതെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ചോദ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറയാറ്. കാരണം ഞാനിതൊന്നും സത്യത്തിൽ റിയാസൊന്നും ഇട്ട വീഡിയോസൊന്നും ഞാൻ കേട്ടിരുന്നില്ല. ഞാൻ ആകെ എനിക്ക് കിട്ടിയ കണ്ടന്റുകൾ ഇങ്ങനെ ആവർത്തിച്ച് ഇതിനെക്കുറിച്ച് മോശം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് മാത്രമായിരുന്നു. എന്തെങ്കിലും കാരണം എനിക്കറിയില്ല കാരണം എല്ലാത്തിൻ്റെ ടാഗ് ലൈൻ മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. യാത്രകളും തിരക്കുകളും കാരണം സത്യത്തിൽ ടയേർഡായപ്പോഴും ഞാനിങ്ങനെ മനസ്സിൽ വിചാരിച്ചിരുന്നതാണ് നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. പക്ഷേ ഒരുത്തനെ കാണുന്നില്ലല്ലോ. പാരാത്രിക്ക് DM കൊണ്ടുവരാൻ നിൽക്കാന്നില്ല ആൾക്കാർ. ഹായ് തരാനും ഇല്ല. നമ്മുടെ ബിഗ് ബോസിൽ ഇപ്പം ശക്തമായ രീതിയിൽ എനിക്കെതിരെ എതിർപ്പുകൾ വന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണത്? നിങ്ങളൊരു ഭാഗം മാത്രം കണ്ടിട്ട് ആ ഭാഗം മാത്രം കണ്ട് പുറത്ത് വലിയ വിഷയങ്ങളുണ്ടായ സമയത്ത് പിന്നീട് അതിനുശേഷം നിങ്ങൾ വീണ്ടും എന്നെ കണ്ടിട്ടുണ്ട്. അപ്പോഴാണ് നിങ്ങൾക്കൊരു പക്ഷേ എന്നെ കൂടുതൽ മനസ്സിലാക്കാൻ ബിഗ് ബോസിനുള്ളിൽ കഴിഞ്ഞിട്ടുള്ളത്. അതുതന്നെയാണ് ഈ നമ്മുടെ നാട്ടിലും ഇപ്പോഴും സംഭവിക്കുന്നത്. നിങ്ങളിപ്പോൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ കാര്യത്തെ പിടിച്ചു വെച്ചിട്ടാണ് പല ആൾക്കാരും പല അഭിപ്രായങ്ങളും പറയുന്നത്. ആ അഭിപ്രായങ്ങളുടെ ശരിതെറ്റുകളുടെ വിലയിരുത്തുക, അതാണ് ഞാൻ പറയുന്നത്. വാദപ്രതിവാദങ്ങളുടെ ഒരു ഷോയാണ് ബിഗ് ബോസ് എന്ന് പറയുന്നത്. പരസ്പരം മത്സരാർത്ഥികൾ കരിവാരി തേക്കുന്നതോ അല്ലെങ്കിൽ ഒരു മത്സരാർത്ഥി അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ സീസൺ, ഇപ്പോൾ ഞാൻ ബിഗ് ബോസ് സീസണിൽ നിന്ന് ഇറങ്ങിയിട്ട് മുൻ സീസണുകളെക്കുറിച്ച് കുറ്റം പറയുന്നതോ മുൻ സീസണിലെ മത്സരാർത്ഥികളെക്കുറിച്ച് കുറ്റം പറയുന്നതോ ഒരുപക്ഷെ ഞാൻ തുടങ്ങി വെച്ചാൽ ഞാൻ ഏറ്റവും മോശം മത്സരാർത്ഥി എന്ന് എനിക്ക് തന്നെ പറയേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ആരെങ്കിലും ഒക്കെ ന്യായീകരി ഇപ്പം ഞാനിപ്പോൾ ഇത് പറഞ്ഞപ്പോഴത്തേക്ക് കുറേ അതാ ഞാൻ പറയുന്നത്, ആവർത്തിച്ച് ഞാൻ പറയുന്നൊരു കാര്യം, കുറേ യൂട്യൂബിൽ കുറേ ആൾക്കാർക്ക് അവരുടെ കുറേ സംശയങ്ങളും അവരുടെ കുറേ അഭിപ്രായങ്ങളും അവർ നിരന്തരം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. ആ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് ഇതിനകത്ത് കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വിമർശനാത്മകമായി പറഞ്ഞാൽ അതിനെല്ലാം കൃത്യമായ മറുപടി പറയാം. കർശന വിമർശന ബോധ്യത്തോടുകൂടി ചോദിക്കുകയുള്ളൂ, എന്ത് വേണമെങ്കിലും ചോദിക്കുക. ഇതിനിടയ്ക്ക് ഞാനൊരു സംഭവം കേട്ടു, ഞാൻ ഉദ്ഘാടനങ്ങൾക്ക് പോകുന്നില്ല എന്ന് പറഞ്ഞു, ഇപ്പോൾ ഉദ്ഘാടനങ്ങൾക്ക് പോകുന്നെന്ന് പറഞ്ഞു. ഇത് ഉദ്ഘാടനങ്ങൾക്ക് അന്നാണോ ഞാനീ പോകുന്നതെന്നുള്ള കാര്യം നിങ്ങളുടെ താരാ പറഞ്ഞത്? ഞാൻ മറ്റേ ഒരുപാട് വിഷയങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് പ്രതികരിക്കുന്ന ഒരാളാണ് ഞാൻ. എന്നെ സാംസ്കാരിക പരിപാടികൾക്ക് വിളിക്കാറുണ്ട്, എന്നെ ചാരിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾക്ക് വിളിക്കാറുണ്ട്, എന്നെ ഡിബേറ്റുകൾക്കും ചർച്ചകൾക്കും വിളിക്കാറുണ്ട്. ഇങ്ങനെ നിരന്തരം നിരവധി പ്രോഗ്രാമുകൾക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സാമ്പത്തികം വാങ്ങിപ്പോകുന്നതുണ്ട്, വാങ്ങപ്പോവാത്തതുണ്ട്. അപ്പം കാരണം കേരളത്തിൽ ഒരുപാട് രാഷ്ട്രീയ പാർട്ടികളുടെ പരിപാടികൾക്ക് ഞാൻ പങ്കെടുക്കുന്നുണ്ട്. ഇനാഗുറേഷനിൽ പോകുന്നില്ല
എന്നാണ് പറയുന്നതിൻ്റെ അർത്ഥം. അതായത് കണ്ട കടച്ചാണി പരിപാടിയിൽ പിടിക്കാൻ ഞാൻ എല്ലാ ഇൻ്റർവ്യൂകളിലും ആവർത്തിച്ച് പറഞ്ഞൊരു കാര്യം, എനിക്ക് കൃത്യമായിട്ട് ഇപ്പോൾ ഞാൻ എല്ലാ ദിവസവും ഇൻ്റർവ്യൂവിന് പോകും. ഞാൻ പറയുന്ന പൈസ തരികയാണെന്നുണ്ടെങ്കിൽ ഞാനെന്തിനാ ഒഴിവാക്കേണ്ട കാര്യം? അതേസമയം അഖിലേട്ട ഒന്ന് വരാമോ, ഒരു 50,000 ഉണ്ട്, ഒരു ഇനാഗുറേഷൻ ചെയ്യാമോ? പോവില്ല. അല്ലെന്നുണ്ടെങ്കിൽ അത് ഞാൻ തീരുമാനിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ പോകുന്നത്. അപ്പോൾ അതായത് ഈ ഒരു മനുഷ്യനെ വിമർശിക്കാനോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ചോദ്യങ്ങൾ ചോദിക്കാനോ ആഗ്രഹിക്കുന്നവർക്ക് ആദ്യം വേണ്ടത് ഒരു ബേസിക് ബോധ്യമാണ്. ഇപ്പം മനുഷ്യൻ എന്ന പദത്തിൻ്റെ അർത്ഥം മനനം ചെയ്യുന്നവനാണ്. ശരി തെറ്റുകളെ സ്വയം കണ്ടെത്തി വിലയിരുത്തി ചിന്തിക്കാൻ ബോധ്യമുള്ളവൻ മനുഷ്യനും അല്ലാത്തവനും മൃഗവുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ക്രിയാത്മകമാകണം. ഇപ്പം ലുലു മാളിൽ പോയി മുണ്ടുപൊക്കി കാണിക്കണം. ഇത് നിങ്ങൾ എന്ത് ബോധ്യത്തിലാണ് ഞാൻ പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ ഉൾക്കൊണ്ടു വച്ചേക്കുന്നത്? സോഷ്യൽ മീഡിയയിൽ തുണി അഴിച്ചു കളഞ്ഞും അല്ല ഇന്ന് തന്നെ എത്രയോ പെൺകുട്ടികൾ ഇവിടെ ഇൻ്റർവ്യൂസ് ഇപ്പോൾ കൊടുക്കുന്നുണ്ട്. ഞാൻ ആദ്യം റീൽസ് ഇട്ടു, ആ സമയത്ത് വീഡിയോസിന് റീച്ച് കിട്ടിയില്ല. പിന്നെ ഞാൻ ക്ലീവേജ് കാണിച്ചു, പിന്നെ ഞാൻ പൊക്കിള് കാണിച്ചു, അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ തുണി അഴിച്ചു കളഞ്ഞു. അതായത് റീച്ചിന് വേണ്ടിയിട്ട്, ജനശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ട് ഇത്തരം കോമാളിത്തരങ്ങൾ കാണിക്കുന്ന പെൺകുട്ടികളും അതുപോലെ പാട്ട് പാടുന്നത് കോമാളിത്തരം രൂപേണ പാടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഡാൻസ് കളിക്കുന്നത് കോമാളി കളിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ശ്രദ്ധ കിട്ടുമെന്ന് തിരിച്ചറിഞ്ഞിട്ട് അത് പിന്തുടർന്ന് റീച്ചിന് വേണ്ടിയിട്ട് എന്തും കാണിക്കുന്ന കുറേ കോമാളികളും ബിഗ് ബോസിൽ നിന്നായിക്കോട്ടെ മറ്റേതെങ്കിലും ഷോയിൽ നിന്നായിക്കോട്ടെ പുറത്തിറങ്ങിയതിന് ശേഷം സമൂഹത്തിൻ്റെ മുന്നിൽ അരോചകം എന്ന് തോന്നുന്ന രീതിയിൽ പെരുമാറിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളും ഇത് തന്നെയാണ് പിന്തുടരുന്നത്. അപ്പം എന്നോടൊരാൾ ചോദിച്ചപ്പോൾ ശ്രദ്ധ കിട്ടണമെങ്കിൽ, അതായത് ഞാനെന്നുള്ള അർത്ഥത്തിലല്ല, ആരും ആയിക്കോട്ടെ, ഇപ്പോൾ മനോഹരമായി പാടി, ഇപ്പോൾ കർണാടക സംഗീതത്തെ മനോഹരമായി പഠിച്ച് പാടുന്ന ഒരുവനെ നിങ്ങൾ എത്ര സമയം അതിരുന്ന് കേൾക്കും? നിങ്ങൾ കേൾക്കില്ല. പകരം ഇൻസ്റ്റഗ്രാമിൽ തന്നെ ഞാൻ കണ്ടിട്ടുള്ള റീലുണ്ട്, പാലാ സജി എന്ന് പറയുന്ന ഒരാളുടെ റീല് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ റീല് കാണുമ്പോഴത്തേക്ക് നമ്മൾ വീണ്ടും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിന് കൂടുതൽ റീച്ച് കിട്ടുന്നുണ്ട്. അപ്പോൾ അത് പ്രോത്സാഹിപ്പിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ എന്ത് കോമാളിത്തരങ്ങളും കാണിച്ചാൽ ജനശ്രദ്ധ കിട്ടുമെന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിൽ ഈ പറഞ്ഞ പരിപാടി ചെയ്താൽ പോരെ? അതായത് ജനക്കൂട്ടം കൂടുന്ന സ്ഥലത്ത് പോയി നിന്ന് നേരായ രീതിയിൽ വസ്ത്രം ധരിച്ച് പോകുന്ന ഒരാളെ കണ്ടാൽ ആരും ശ്രദ്ധിക്കാൻ പോകുന്നില്ല, പകരം പോയി അവിടെ തുണി അഴിച്ചു കളഞ്ഞാൽ ജനം ശ്രദ്ധിക്കും എന്നൊക്കെ പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റിനെയാണ് അത് മനസ്സിലാക്കാൻ ബോധ്യമുള്ളവർക്ക് ഇത് മനസ്സിലാവുമെന്ന് പറയുന്നിടത്താണ് ഈ കുഴപ്പം. അത് പോട്ടെ. കമൻറ്റുകൾക്ക് മറുപടി കൃത്യമായിട്ട് പറയാം. ഫോണിന് ചാർജ് ഇല്ല, എന്നാലും ഞാൻ പറയാം. ചോദിച്ചോളൂ. അഖിൽ, ബിഗ് ബോസ് സീസൺ 6 അത് നടക്കാൻ പോകുന്നതല്ലേ ഉള്ളൂ, എന്നെ വിളിച്ചാലല്ലേ പോകാൻ പറ്റും. പറയൂ. ഞാൻ കൃത്യമായിട്ട് മറുപടി പറയാൻ ആഗ്രഹിച്ചുകൊണ്ട് വന്നതാണ്. എവിടെയെങ്കിലും കിടക്കുന്ന പിന്നെ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യാനുണ്ടോ? ഞാൻ മറന്നുപോയി. ഞാൻ ലൈവിൽ വരാമെന്നാണ് വിചാരിച്ചത്. ജോജി ചേട്ടനുമായിട്ട് എന്തോ പ്രശ്നമെന്ന്. ഞാനും ജോജി ചേട്ടനെ ഞങ്ങൾ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഞങ്ങൾ തമ്മിൽ വിളിച്ച് സംസാരിച്ച് ഞാനും പുള്ളിയും തമ്മിൽ എന്താ പ്രശ്നം, മറ്റുള്ളവരാണോ പ്രശ്നത്തെക്കുറിച്ച് സംസാരിക്കുന്നത്? പിന്നെ സിനിമയുടെ തിരക്കുകൾ, പുള്ളിയുടെ പടവുമായി ബന്ധപ്പെട്ടുള്ള നിരവധി തിരക്കുകളുണ്ട്. പിന്നെ ഞാനും പുള്ളിയും തമ്മിൽ ഒരു സിനിമ ചെയ്യണമെന്ന് വിചാരിച്ചാൽ അത് എത്രയോ കാലം ഞാൻ കഴിഞ്ഞ 3 വർഷങ്ങളായിട്ട് വിചാരിക്കുന്നുണ്ട്, നടക്കുന്നില്ല. അങ്ങനെ എത്രയോ പേരുണ്ട്. പാർട്ടി പരിപാടിക്ക് പോകുന്ന ആൾ എസ് എഫ് ഐയെ പറ്റി എന്താ പറയേണ്ടത്? പറയാൻ പോലും അർഹതയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ട് എനിക്ക് തോന്നാറില്ല. കുട്ടികളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള, എനിക്ക് പൊതുവെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തോടെ താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എടുത്തിപ്പം SFI എന്ന് പറഞ്ഞ് ഞാൻ അവരെ മാത്രം ആക്ഷേപിക്കേണ്ട കാര്യം ആ വിഷയത്തിലില്ല. ഒരേ സമയം തന്നെ KSUവിനെ ABVP എല്ലാവരെയും ആക്ഷേപിക്കണം. കാര്യം കോളേജ് രാഷ്ട്രീയ കലാലയ രാഷ്ട്രീയം ക്യാമ്പസിൽ പാടില്ല എന്ന അഭിപ്രായക്കാരനാണ് പണ്ട് മുതലേ ഞാൻ. തലച്ചോറ് ഉദിച്ചിട്ടില്ലാത്ത കുട്ടികളുടെ കോമാളിത്തരങ്ങൾക്ക് മറ്റേ കുരങ്ങനെ കൊണ്ട് ചുടിചോര വാരിപ്പിക്കുന്ന കുറേ കുട്ടികളെ കൊണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കാണിക്കുന്നത് നാട് നശിപ്പിക്കലും സമൂഹത്തെ നശിപ്പിക്കലുമാണ്. അങ്ങനെ അഭിപ്രായമുള്ള എനിക്ക് വ്യക്തിപരമായിട്ട് SFIയെ മാത്രം കുറ്റപ്പെടേണ്ട. ഇന്നലെ നടന്ന വിഷയത്തിലാണെന്നുണ്ടെങ്കിൽ ഇന്നലെ ആ ചെറുപ്പക്കാരൻ്റെ വീട്ടിൽ പോകാൻ വേണ്ടി ഞാൻ പരമാവധി ശ്രമിച്ചതാണ്. പക്ഷേ കോഴിക്കോട് നിന്ന് എനിക്ക് അവിടേക്ക് എത്താനുള്ള ബുദ്ധിമുട്ടും എന്നെ ഒപ്പം കൊണ്ടുപോകാൻ ആളില്ലാത്തതുകൊണ്ടാണ്. അല്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഇന്നലെ വീട്ടിൽ പോകേണ്ടതാണ്. തെമ്മാടിത്തരത്തെ ഒരു രീതിയിൽ ന്യായീകരിക്കില്ല. അത് SFI ചെയ്താലും ആര് ചെയ്താലും. ഞാൻ യഥാർത്ഥത്തിൽ ഇത് ബിഗ് ബോസുമായി ബന്ധപ്പെട്ടിട്ട് കുറേ
ആൾക്കാരുടെ അഭിപ്രായങ്ങൾക്ക് മറുപടി കൊടുക്കാമെന്ന് കരുതി വന്നതാണ്. പലരും രാഷ്ട്രീയങ്ങളാണ് ചോദിക്കുന്നത്. BJPയിലേക്ക് പോകുന്ന കോൺഗ്രസിനെ കുറിച്ച് എന്താ അഭിപ്രായം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം ഒരു ഭാര്യയും ഭർത്താവും കൂടെ ഒരുമിച്ച് ജീവിക്കുമ്പോൾ ഭാര്യ ഭർത്താവിനെ വിട്ടിട്ട് പോയി കഴിഞ്ഞാൽ ഭാര്യയല്ല കുറ്റം പറയേണ്ടത്. എന്തുകൊണ്ട് വിട്ടുപോയി എന്നുള്ളതിനെക്കുറിച്ച് പാർട്ടി ചിന്തിക്കണം. എന്തുകൊണ്ട് കോൺഗ്രസിൽ ആൾക്കാർ നിൽക്കുന്നില്ല, അത് ആ പാർട്ടിയുടെ അപജയമാണ്. ഇപ്പം ഞാൻ ഒരു സ്ഥാപനം നടത്തിയിട്ട് ആ സ്ഥാപനത്തിൽ നിന്ന് ആൾക്കാർ പിരിഞ്ഞ് മറ്റൊരു സ്ഥാപനത്തിലേക്ക് പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്നെക്കാളും മികച്ച രീതിയിൽ അവർ പ്രവർത്തിക്കുന്നുവെന്ന തോന്നൽ കൊണ്ടോ അല്ലെങ്കിൽ ആ സ്ഥാപനത്തിലേക്ക് പോയി കഴിഞ്ഞാൽ കൂടുതൽ മെച്ചമുണ്ടാകുമെന്നുള്ള തിരിച്ചറിവ് കൊണ്ടോ ആൾക്കാർ പോയേക്കാം. അപ്പോൾ അവരെ ഇവിടെ പിടിച്ചു നിർത്താനുള്ള ശേഷിയാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്, ആർജവമാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. അല്ലാണ്ട് നമ്മൾ മറ്റൊരാളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഏതൊരു രാഷ്ട്രീയ പ്രസ്ഥാനവും വളരേണ്ടത് അവനവൻ്റെ ശക്തി കൊണ്ടായിരിക്കണം, അല്ല എതിരാളിയുടെ ദൗർബല്യം നോക്കിയാവരുത്. പിന്നെ രാഷ്ട്രീയം മാറരുത്, ഇതെവിടുത്തെയാണ്, ഇതൊക്കെ വെറും വിവരം കെട്ട ചിന്താഗതിയാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിയും ആശയത്തിൽ ഊന്നിയല്ല പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് ആർക്ക് വേണമെന്നുണ്ടല്ലോ എപ്പോഴും ഏത് രാഷ്ട്രീയ പാർട്ടിയിലും പോകാം. കാരണം ജനങ്ങളെ സേവിക്കാൻ അവന് കംഫർട്ടാവുന്ന ഏത് പ്രസ്ഥാനത്തിൽ അവന് പോയി സേവിക്കാം. അവിടെ ആശയം തടസ്സമാവുകയെന്നുണ്ടെങ്കിൽ മാത്രം അവനിഷ്ടമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ നിൽക്കാം. അതിനപ്പുറം ആത്യന്തികമായിട്ട് ജനസേവനമാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ലക്ഷ്യം, ജനങ്ങളെ സേവിക്കുക എന്നുള്ളതല്ലേ. പിന്നെ എന്തിനാണ് 15 രാഷ്ട്രീയ പാർട്ടികൾ? ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി പോരെ? അപ്പോൾ ഓരോരുത്തർക്കും വ്യത്യസ്തങ്ങളായ ആശയങ്ങളുണ്ട്. അത് താല്പര്യമുള്ളവർ നിൽക്കും, പോവും പോവുകയും ചെയ്യും. പോന്നവൻ പോട്ടെ, വരുന്നവൻ വരട്ടെ. ഒപ്പമുള്ളവനെ കൂടെ നിർത്താൻ ഒപ്പമുള്ളവൻ ശ്രമിക്കുക. കമൻസിന് മറുപടി കൊടുക്കാൻ ഞാൻ ഇതിനകത്ത് ഇപ്പോൾ എല്ലാവരും വന്നിട്ട് ഹായ് പറഞ്ഞുകൊണ്ടിരുന്നാൽ എൻ്റെ ലൈവിൽ അർത്ഥമില്ലാതായി പോകും. പിന്നെ കുറേ ആൾക്കാർ പാതിരാത്രിയിൽ വീഡിയോ കോൾ ചെയ്യാനാണ് പറയുന്നത്. എന്നെ വിമർശിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും ഒന്ന് ടാഗ് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യം പറയാം. ചേട്ടാ 4 വിമർശനം കേൾക്കാമെന്ന് വെച്ചിട്ട് അതിന് ഒന്നും കാണുന്നില്ലല്ലോ. മാർച്ച് 10 പുതിയ ബിഗ് ബോസിലേക്ക് എതിരാളികളില്ലാതെ ജയിച്ചെന്ന ആരോപണത്തെപ്പറ്റി റിപ്ലൈ. എതിരാളികൾ എല്ലാവരും ഉണ്ടായിരുന്നു. നിങ്ങൾ മനസ്സിലാക്കണം, ബിഗ് ബോസിനുള്ളിൽ വെച്ചിട്ട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞേക്കുന്നു. ഇതിപ്പോൾ ഈ ഫിറോസ് പറഞ്ഞതും രജത്തേട്ടൻ പറഞ്ഞതുമൊക്കെ ഹൗസിനുള്ളിൽ വെച്ച് ഞാൻ പറഞ്ഞ കാര്യങ്ങളല്ലേ. എനിക്ക് ഒപ്പം ഒരു മത്സരാർത്ഥിയെ ഞാനവിടെ കാണുന്നില്ല എന്ന് ഞാനല്ലേ പറഞ്ഞത്. ഇത് ഞാൻ തന്നെ പറഞ്ഞൊരു കാര്യമല്ലേ. അതായത് അവർ മോശമെന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞത്. എനിക്ക് അതായത് പേഴ്സണലി എനിക്ക് എൻ്റെ ഒപ്പം ഞാൻ ജുനൈസുമായിട്ട് തർക്കിക്കുന്ന സമയത്ത് ജുനൈസ് പലപ്പോഴും കുറച്ച് മെച്യൂരിറ്റി ഇല്ലാതെ സംസാരിക്കുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നൊരു കാര്യമാണ്. കാരണം അങ്ങനല്ല, ജുനൈസ് കുറച്ചും കൂടെ എന്നെ അടിച്ചിരുത്തി സംസാരിക്കുമ്പോൾ അവനെ പരാജയപ്പെടുത്തുമ്പോൾ മാത്രമേ ഞാനൊരു നല്ല ഡിബേറ്ററായി മാറത്തുള്ളൂ. ഇപ്പം റിയാസും ഫിറോസും രജത് കുമാറും റോബിനും ഒക്കെ ഹൗസിന് വന്നതിന് ശേഷം, അല്ലെങ്കിൽ അവരുമായിട്ടുള്ള ഇൻട്രാക്ഷൻ, ഇപ്പോൾ അവരൊക്കെ തന്നെ ആയിരുന്നല്ലോ ബിഗ് ബോസിൽ ഇതിനു മുമ്പത്തെ ഏറ്റവും മികച്ച ഗെയിമേഴ്സ്. അവരുമായിട്ടുള്ള ഇൻട്രാക്ഷനിൽ ഏതെങ്കിലും ഭാഗത്ത് എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാതെ വന്നിട്ടുണ്ടോ? അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ നിശബ്ദനായി മാറിയിട്ടുണ്ടോ? എന്നെ ഒറ്റക്കിട്ട് വളഞ്ഞിട്ട് ആക്രമിക്കുമ്പോൾ പുറത്തുനിന്ന് വന്നവരും അകത്തുനിന്ന് വന്നവരും ഒന്നായി കണ്ടതല്ലേ നിങ്ങൾ കണ്ടത്. അതുകൊണ്ട് അതിനകത്തൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ആരായാലും ഇപ്പോൾ ഇന്ത്യ ലോകകപ്പ് ലഭിച്ചത് 2011 ശ്രീലങ്കയ്ക്കെതിരെയാണ് നമ്മൾ ലോകകപ്പ് പഠിച്ചത്. അന്ന് ഓസ്ട്രേലിയ ആയിരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇന്ത്യ ജയിക്കത്തില്ലായിരുന്നു എന്ന് പറയുന്നതിൽ കാര്യമുണ്ടോ? അതുകൊണ്ട് ധോണിക്ക് കിട്ടിയ കപ്പ് വേൾഡ് കപ്പ് അല്ലാതായി മാറുമോ? അത്തരം സ്റ്റേറ്റ്മെൻറ്റുകൾക്ക് കാര്യമില്ല. ഞാനിക്കെപ്പോഴും ഞാനിപ്പം ഹൗസിനുള്ളിൽ വെച്ച് നമ്മളൊരാളെ മാനസികമായിട്ട് അറ്റാക്ക് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട്, അതൊരു മെൻ്റൽ ട്രിഗറിങ് ഷോ കൂടിയാണത്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മളൊരാളെ മാനസികമായിട്ട് തകർക്കാൻ നമ്മൾ ചിലപ്പോൾ പറയും, നീ കൊള്ളില്ല എന്ന് നമ്മൾ പറഞ്ഞിരിക്കും. അങ്ങനെ ഡ്രൈവിംഗ് ലൈസൻസിനെ കുറിച്ച് ഞാൻ ഭയങ്കരമായി പ്രതികരിച്ചിട്ടേയും വലിയ വിഷയങ്ങൾ നേരത്തെ ഉണ്ടാക്കുകയും ചെയ്തതാണ്. ബിഗ് ബോസ് സീസൺ 6 കയറാൻ പോകുന്ന ഇതുവരെയും എന്നെ ആരും പ്രത്യേകിച്ച് കോൺടാക്റ്റും ചെയ്തിട്ടില്ല, മെസ്സേജ് അയച്ചിട്ടില്ല, എനിക്കാരെയും അറിയത്തില്ല. അതുകൊണ്ട് അതുമായി എനിക്ക് യാതൊരു ബന്ധവുമില്ല. അതായത് മത്സരാർത്ഥികളുമായിട്ട് എനിക്ക് പേഴ്സണലി യാതൊരു ബന്ധവുമില്ല.
നമ്മൾ ഇപ്പം പല ആൾക്കാരും ചോദിക്കുന്നത് എന്താണ് പ്ലാൻ. ഇപ്പം എൻ്റെ പ്ലാനുകളനുസരിച്ചോ ഞാൻ സിനിമ എടുത്താലോ ഞാൻ നശിച്ചു പോയാലോ, ഞാനിത് ബിഗ് ബോസ് കഴിഞ്ഞിറങ്ങിയപ്പോഴേ പറഞ്ഞതാണ്, ഒരാളുടെ ജീവിതം നിങ്ങളെ ആരെയും ബാധിക്കാത്തിടത്തോളം കാലം നിങ്ങൾ ഇതിനെയൊന്നും കുറിച്ച് വറിയിടാവേണ്ട കാര്യമില്ല. ഞാൻ സിനിമ എടുത്താലും നിങ്ങൾക്കൊന്നും കിട്ടാൻ പോകുന്നില്ല, സിനിമ എടുത്തില്ലെങ്കിലും നിങ്ങൾക്കൊന്നും കിട്ടാൻ പോകുന്നില്ല, നിങ്ങൾക്കൊരു നഷ്ടം ഉണ്ടാവാൻ പോകുന്നില്ല. അതുപോലെ തന്നെ അഖിൽമാരാരുടെ ജീവിതം നശിച്ചു പോയാലും നിങ്ങൾക്ക് പ്രത്യേകിച്ചൊന്നും ബാധിക്കാൻ പോകുന്നില്ല, ഞാൻ രക്ഷപ്പെട്ടാലും ഞാൻ നിങ്ങൾക്കൊന്നും തരാനും പോകുന്നില്ല. അതാണ് അന്ധമായ ആരാധന ആരോടും പാടില്ല എന്ന് ഞാൻ പറഞ്ഞത്. ഞാൻ ബിഗ് ബോസ് കഴിഞ്ഞിറങ്ങിയപ്പോൾ തന്നെ ഈ വാട്സപ്പ് ഗ്രൂപ്പുകൾ, അതായത് ഫാൻസ് അസോസിയേഷനുമായി ബന്ധപ്പെട്ട് അന്ന് പലയിടത്തുനിന്ന് വന്ന് ചേർന്ന ആൾക്കാരുമായി ബന്ധപ്പെട്ട കുറേ ഗ്രൂപ്പുകളുണ്ടായിരുന്നു. ഇതിൽ നിന്നെല്ലാം തന്നെ ഞാൻ മാറിപ്പോയ ഒരാളാണ്. ഞാൻ ആദ്യ സമയങ്ങളിൽ എല്ലാവർക്കും നന്ദി പറഞ്ഞൊരു മെസ്സേജ് അയച്ചതല്ലാതെ പിന്നീട് ഒരിക്കൽ പോലും ഇതിലേക്കൊന്നും പോവുകയോ, കാര്യം മറ്റൊന്നും കൊണ്ടല്ല, എനിക്ക് വേണമെങ്കിൽ ഇവരെയൊക്കെ ഉപയോഗിക്കാം. കാര്യം ഈ വല്ലയിടത്തും ജോലി ചെയ്യുന്ന കുറേ ചെറുപ്പക്കാരെ വിളിച്ച് പറ്റിച്ച് കുറേ വാട്സപ്പ് ഗ്രൂപ്പും തുടങ്ങി. അതിൽ ദിവസേന മെസ്സേജ് അയച്ച് അവിടെ പോയി കമൻറ്റ് ഇട്, ഇവിടെ പോയി കമൻറ്റ് ഇട്, അല്ലെങ്കിൽ അവിടെ പോയി അങ്ങനെ ചെയ്താണ്ട എൻ്റെ ഒരു വീഡിയോ വന്നിട്ടുണ്ട്, ഇതിനകത്തോട്ട് ഞാൻ ആ ലിങ്ക് പേസ്റ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ അങ്ങനെ ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ആ ചെറുപ്പക്കാരുടെ ജീവിതം നശിപ്പിക്കാനൊന്നും പൊതുവേ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ ഇത്തരം കാര്യങ്ങളൊന്നും നോക്കിയിട്ടില്ല. എനിക്ക് മറ്റൊരാളെ സംരക്ഷിക്കാൻ കഴിയാത്തിടത്തോളം കാലം നമ്മൾ വേറൊരാളുടെ സമയം അനാവശ്യമായിട്ട് കളയാനും ഞാൻ ആഗ്രഹിക്കാറില്ല. ഞാൻ എൻ്റേതായ കാര്യങ്ങളിൽ, എൻ്റേതായ സന്തോഷങ്ങളിൽ ഞാൻ മുന്നോട്ട് പോവുകയാണ്. സിനിമ എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് അത് ചെയ്യണമെന്നുള്ള ഒരു ആഗ്രഹം, അല്ലെന്നുണ്ടെങ്കിൽ അത് എന്തിനു വേണ്ടി ചെയ്യണമെന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം. സമൂഹത്തിന് സിനിമ കൊണ്ട് യാതൊരു ഗുണവുമില്ല, ഒരു ഗുണവുമില്ല. ഒരു സിനിമാ നടനും അല്ലെങ്കിൽ ഒരു സിനിമാ സംവിധായകനും സമൂഹത്തിനെ ഗുണം ചെയ്യിക്കാൻ വേണ്ടിയിട്ടല്ല സിനിമയിൽ അഭിനയിക്കുന്നതും സിനിമ ചെയ്യുന്നതും. അത് അവരവരുടെ വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടാനിഷ്ടങ്ങളുടെ ഭാഗമായിട്ടാണ്. ഞാനിപ്പോൾ ഒരു സിനിമ ചെയ്ത് കഴിഞ്ഞാൽ ഈ സമൂഹത്തെ ഉദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ? അല്ല. എനിക്ക് സിനിമ ചെയ്യണം, അതെൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഒരു കലാകാരൻ്റെ ഒരു ത്വര എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെന്നുണ്ടെങ്കിൽ സിനിമ ചെയ്താൽ 4 പേർ അറിയുമെന്ന് പറയുന്ന ഒരു ഇതിൻ്റെ ഭാഗം, പിന്നെ പൈസ എന്ന് പറയുന്ന മൂന്നാമത്തെ കാര്യം. ഇതിൽ 2 എനിക്ക് കിട്ടിക്കഴിഞ്ഞു. അതായത് ജനങ്ങളുടെ ഇടയിൽ ഒരുവിധപ്പെട്ട അറിയുന്ന ഒരാളാണ് ഞാൻ. 2, അത്യാവശ്യം ജീവിക്കാനുള്ള ഒരു സാമ്പത്തിക ഭദ്രത ഉണ്ടായിട്ടുണ്ട്. ഇനി മൂന്നാമത്, അതായത് ഈ 2 ഓൾറെഡി നമുക്കുണ്ട്. ഇനി മൂന്നാമത്തതെന്ന് പറയുന്നത് ഉള്ളിൽ കിടക്കുന്ന ഒരു കഥ. ആ കഥ എനിക്ക് സിനിമയായി കാണണമെന്ന ആഗ്രഹം, അല്ലെന്നുണ്ടെങ്കിൽ ഒരു കഥയിൽ ഇന്നൊരു കഥാപാത്രമായി അഭിനയിക്കുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം. ഈ 2 കാര്യങ്ങളും ഞാനും ഷിജി ചേട്ടനും കൂടെ ഒത്തുകളിച്ചു എന്ന് പറയുന്നതിന്. അപ്പം നിങ്ങൾക്ക് ഇത് അതാ ഞാൻ പറഞ്ഞത്, ഒരു കോമൺ സെൻസ് എന്ന് പറയുന്നൊരു സാധനമുള്ള ഒരാൾ ഇതൊന്നും പറയാൻ പാടില്ല. എന്തെന്ന് വെച്ചാൽ അപ്പം ഷിജി ചേട്ടനും ഞാനും തമ്മിൽ ഒത്തുകളിച്ചാൽ അത് മനസ്സിലാക്കാൻ പറ്റാത്തവരാണോ പ്രേക്ഷകർ? ഈ ലക്ഷക്കണക്കിന് ജനതയെ നിങ്ങൾ അത്രയും വിഡ്ഢികളായിട്ടാണോ കാണുന്നത്? അവിടെ ഷിജു എന്ന് പറയുന്ന മനുഷ്യനുമായിട്ട് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നമുക്ക് ഒരു സൗഹൃദമുണ്ടായി. ആ സൗഹൃദത്തിൽ അദ്ദേഹം ഉറച്ചു നിന്നു. അത് തിരിച്ചറിഞ്ഞ പ്രേക്ഷകർ എൻ്റെ ഒപ്പം തന്നെ അവരെ നിർത്തി. അല്ലാണ്ട് ഷിജി ചേട്ടനെ ഞാൻ ബിഗ് ബോസിന് മുൻപ് ഒരു തവണ പോലും നേരിൽ കണ്ടിരുന്നില്ല എന്നതാണ് പരമമായ യാഥാർത്ഥ്യം. അങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു എന്ന് തെളിയിക്കുന്നവന്മാർക്ക് പറയുന്നത് കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. അതായത് 3 വർഷങ്ങൾക്ക് മുമ്പ് ക്ലബ് ഹൗസിൽ ഒരു ചർച്ചയിലാണ് ഈ ഷിജു എന്ന് പറയുന്ന നടനെ ഞാനുമായിട്ട് ഏതെങ്കിലും രീതിയിലൊരു സംസാരം ഉണ്ടാകുന്നത്. അതിനുശേഷം ബിഗ് ബോസിലേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പ് പുള്ളി എനിക്കൊരു മെസ്സേജ് അയക്കുന്നു, നീ ഇത്തവണ ബിഗ് ബോസിൽ ഉണ്ടെന്ന് കേട്ടല്ലോ. ഞാൻ തിരിച്ച്, അതായത് ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ, അപ്പം ഞാൻ തിരിച്ച് അങ്ങോട്ടൊരു മെസ്സേജ് അയക്കുന്നു, നിങ്ങളും ഉണ്ടെന്ന് ഞാൻ കേൾക്കുന്നല്ലോ. ഞങ്ങൾ 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നീട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ല. പുള്ളി ഉണ്ടെന്ന് പുള്ളിയും പറഞ്ഞില്ല, ഞാനുണ്ടെന്ന് ഞാനും പറഞ്ഞില്ല. പിന്നെ പിന്നെ വേറൊരു കാര്യം കൂടെ പറയാം. ഇപ്പം ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് പോകുന്നതിന് മുമ്പ് പല ആൾക്കാരും പല ധാരണകൾ സൃഷ്ടിക്കും. അത്തരം ധാരണകളിൽ ഒരിക്കലും ഒപ്പം ചേർന്ന് നിന്ന് കളിക്കാനൊന്നും ആയിരിക്കത്തില്ല ആ ധാരണ. എതിർത്ത് നിൽക്കാനൊക്കെ ചിലപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞെന്നൊക്കെ ഇരിക്കും. അതായത് നമുക്ക് 2 പേർ കൂടെ അടിച്ചടിച്ച് നിൽക്കാം, അപ്പം നമ്മൾ 2 പേരും ആയിരിക്കും ഇതിനകത്ത് നായകൻ അല്ലെങ്കിൽ വില്ലൻ. അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്ത് ചില ആൾക്കാർക്ക് വേണമെങ്കിൽ പോയി കുറച്ച് ഡ്രാമ കളിക്കാം. അതിനപ്പുറത്തേക്ക് ഒരിക്കലും ഇത് പറ്റില്ല. മാത്രമല്ല, ഇപ്പം എന്നെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് വേറൊരാൾ സമ്മതിക്കുമോ? ഇപ്പോൾ ചുമ്മാ ഞാനൊരു ഉദാഹരണം പറയുകയാണ്. ഇപ്പം ഞാനും അല്ലെങ്കിൽ വിഷ്ണുവും ഷിജി ചേട്ടനും ഞങ്ങളൊരു 4-5 പേർ തീരുമാനിക്കുകയാണ് നമുക്കകത്ത് കയറിയിട്ട് ഇങ്ങനെയൊക്കെ ഗ്രൂപ്പ് കളിക്കാം. ഇനി ഗ്രൂപ്പ് കളിക്കാൻ ഞങ്ങൾ തുടങ്ങുന്നു. ഒരു 10-15 ദിവസം 20 ദിവസമൊക്കെ ഞങ്ങളങ്ങനെ ഒരുമിച്ച് അങ്ങനെ ഗ്രൂപ്പ് കളിക്കുകയാണെന്ന് വെച്ചോളൂ. ഇത് ഒന്നാമത്തെ കാര്യം, ഇതിൻ്റെ ക്രിയേറ്റീവ് ടീംസിന് കൃത്യമായിട്ട് മനസ്സിലാവും നമ്മളങ്ങനെ പ്ലേ ചെയ്ത് അറിഞ്ഞുകൊണ്ട് കളിക്കുക എന്നുള്ള കാര്യം. ഇനി അങ്ങനെ അവരപ്പോഴത്തേക്ക് അവർ ചില ഗെയിം പ്ലാൻസ് അവിടെ തിരിച്ചു മാറ്റിയിടും. ഒരു 20-25 ദിവസമൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഒരുത്തൻ്റെ ഉള്ളിലൊരു ചിന്ത വന്ന് തുടങ്ങും,
ഈ ഗ്രൂപ്പ് കളിയിൽ ഇന്നവനാണല്ലോ സ്കോർ ചെയ്യുന്നത്, ഇന്ന ആളാണല്ലോ സ്കോർ ചെയ്യുന്നത്, അവനാണല്ലോ ജയിക്കാൻ പോകുന്നത്, അല്ലെ അവനാണല്ലോ സർവൈവ് ചെയ്യാൻ പോകുന്നത്. ഈ ചിന്ത വന്ന് തുടങ്ങുന്ന മൊമെൻറ്റിൽ ഇവർക്കിടയിൽ അടിയാവും. അത് സ്വാഭാവികമാണ്. കാരണം ഇത് സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്ന് പറയുന്ന ഒരു ഷോയാണ്. സ്വാഭാവികമായിട്ടും ആരെയും ജയിപ്പിക്കാനല്ല അകത്തേക്ക് പോകുന്നത്, എല്ലാവരെയും തോൽപ്പിക്കാനകത്തേക്ക് പോകുന്നത്. പിന്നെ ചില സ്ട്രാറ്റജീസൊക്കെ ഇറക്കാം. അതായത് പ്രണയ സ്ട്രാറ്റജി എന്നൊക്കെ പറഞ്ഞ പ്രേക്ഷകരെ കുറിച്ചൊക്കെ പറ്റിക്കാം. കാരണം അത് പ്രേക്ഷകർ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ ആഗ്രഹിക്കുന്ന കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. അതിനപ്പുറത്തേക്ക് എനിക്കിതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല. ഇതൊന്നും ശ്രദ്ധിച്ചിട്ടില്ല. എനിക്ക് തോന്നിയതൊക്കെ ഞാൻ ചെയ്തു. ഗെയിം കളിക്കേണ്ട മൊമെൻറ്റുകളിൽ കളിച്ചു എന്നാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. സതീശനെ തെറി വിളിച്ച സുധാകരനായിരിക്കുമെന്ന് ന്യായീകരിക്കത്തില്ലെന്ന് മാത്രമല്ല, പരമപുച്ഛം. അതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. പരമപുച്ഛം. ഒരു രാഷ്ട്രീയ നേതാവും ഈ രീതിയിൽ സംസാരിക്കാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കെ സുധാകരൻ്റെ കാര്യത്തിൽ നിങ്ങൾ എന്നോട് അഭിപ്രായം ചോദിച്ചാൽ, ഇപ്പം ബിഗ് ബോസ് ഹൗസിൽ ഞാൻ തെറി വിളിച്ചിട്ടില്ലേ? ഞാൻ തെറി വിളിച്ചിട്ടുണ്ട്. അത് ഞാൻ എപ്പോഴെങ്കിലും ന്യായീകരിക്കാൻ പോയിട്ടുണ്ടോ? ഞാൻ തെറി വിളിക്കുന്നതല്ല. ഞാൻ ഇന്നും വിളിക്കും, നാളെയും വിളിക്കും. ഇനി ദേഷ്യം വന്നാൽ വിളിക്കാനുള്ള കൂടിയാണ് തെറി. അത് സാഹചര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ വിളിച്ചെന്നൊക്കെ ഇരിക്കും. ഇപ്പം സുധാകരൻ്റെ വായിൽ അങ്ങനെ തെറി വന്ന് കേരള രാഷ്ട്രീയത്തിൽ പുള്ളിയെ തൂക്കിക്കൊല്ലൂ, അല്ലെ പുള്ളി ലോക്സഭ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുമോ? അപ്പോൾ കള്ളത്തരം പറഞ്ഞ് ജനത്തെ വിഡ്ഢിയാക്കുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. കാര്യം നാളെ പുള്ളി മറ്റൊരു കാര്യം സത്യസന്ധമായി പറഞ്ഞാൽ എങ്ങനെ ജനം വിശ്വസിക്കും? ഇതൊക്കെ രാഷ്ട്രീയ നേതാക്കന്മാർ ഇതൊന്നും ആവർത്തിക്കാൻ പാടില്ല. തെറ്റ് പറ്റിയാൽ അത് തെറ്റെന്ന് പറയണം. ഈ അയോധ്യ, രാമക്ഷേത്രം, മുസ്ലിം പള്ളി, ഇത്തരം വിഷയങ്ങളിൽ ഇത് രാജ്യത്തെ പരമോന്നത നീതിപീഠത്തിനകത്ത് കഴിഞ്ഞ 10-20 വർഷക്കാലമായി ഒരു ചർച്ച നടന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിതൊക്കെ സുപ്രീം കോടതിയിൽ പോയി പറയാമായിരുന്നു. ഇത് ഇവിടെ ഇരിക്കുന്ന അഖിൽമാരോട് ഇത് ചോദിച്ചു കഴിഞ്ഞാൽ, അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിക്കപ്പെട്ട് കഴിഞ്ഞു, ഇനി അതിനകത്ത് അത് ശരിയാണോ അല്ലെങ്കിൽ മറ്റേത് ശരിയാണോ? ഇതിനകത്ത് ഈ നാട്ടിൽ സമാധാനത്തോടും സന്തോഷത്തോടും ജീവിക്കുന്ന മനുഷ്യരെ തമ്മിലടിപ്പിക്കാമെന്നുള്ളതല്ലാതെ കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് വീണ്ടും കുത്തിപ്പൊക്കി ഒരു ചർച്ച നടത്താതെ ഇനി നാളെയിൽ നടക്കാൻ പോകുന്ന നല്ല കാര്യങ്ങളെക്കുറിച്ചും നാളെയിൽ മനുഷ്യന് സമാധാനത്തോട് ജീവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും ആലോചിക്കൂ. സമയമുണ്ടായിരുന്നു. ഈ കോടതി വിധി വരുന്നത് വരെ സമയമുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിയാതെ അങ്ങനെ ഒരു വിധി വന്നു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അത് ശരിയായില്ല ഇത് ശരിയായില്ല എന്ന് പറയുന്നതിൽ എന്താണ് അർത്ഥം? അപ്പം കാര്യമില്ലാത്തൊരു കാര്യത്തിന് വേണ്ടി സംസാരിച്ചിട്ട് കാര്യമില്ല. കേരളത്തിൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാവണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ക്രിയാത്മകമായി ചിന്തിക്കാൻ ശേഷിയുള്ള വീക്ഷണത്തോടുകൂടി കാര്യങ്ങളെ നീക്കി ഭരിക്കാൻ അറിയാവുന്ന ബോധമുള്ള ആൾക്കാർ ഭരിക്കണം. അല്ലാതെ എതിർക്കാൻ മാത്രം അറിയാവുന്ന ആൾക്കാർ ഭരിച്ചു കഴിഞ്ഞാൽ അവർക്ക് ക്രിയാത്മകമായിട്ടുള്ള നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ച് നാടിനെ നയിക്കാൻ പറ്റില്ല. ശോഭയെ വിളിക്കാറുണ്ട്. ഇടയ്ക്ക് ശോഭയ്ക്കെതിരെ ഒരു ആരോപണം വന്ന സമയത്ത് ഞാൻ ശോഭയെ വിളിച്ചു, ഇടീ നിനക്കെതിരെ ഇങ്ങനൊരു സംസാരം ഞാൻ കേട്ടു, അതിന് ഏതെങ്കിലും രീതിയിൽ നിൻ്റെ ഭാഗത്ത് ശരിയുണ്ടെന്നുണ്ടെങ്കിൽ 100% നിൻ്റെ ഒപ്പം ഞാനുണ്ടാകും എന്ന് തന്നെയാണ് പറഞ്ഞത്. സെലിബ്രിറ്റി ക്രിക്കറ്റ് ലീഗിൽ എനിക്ക് കളിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് എനിക്കിപ്പോഴും അറിയത്തില്ല. സിനിമയിൽ അഭിനയിക്കുന്നതാണ് അതിൻ്റെ മാനദണ്ഡമെന്നാണ് ഞാൻ അറിഞ്ഞത്. ഞാൻ സിനിമയിൽ അഭിനയിച്ച് സെലിബ്രിറ്റി ആയല്ല, ഞാനിപ്പോഴും ഒരു മിനി സ്ക്രീൻ സെലിബ്രിറ്റി മാത്രമാണ്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ സെലിബ്രിറ്റി മാത്രമാണ്. സിനിമ അഭിനയിച്ച് ഞാനൊരു സെലിബ്രിറ്റി ആയിട്ടില്ല. അങ്ങനെ ആവുന്ന സമയത്ത് അവർ അവസരം നൽകിയാൽ നമുക്ക് കളിക്കാം. നിങ്ങളെപ്പോലൊരു നല്ല മനുഷ്യനെ, പാവപ്പമോനെ, ഞാൻ എല്ലായ്പ്പോഴും എൻ്റെ സഹായങ്ങളോ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളോ വിളിച്ചു പോയി നടക്കുന്ന ഒരാളല്ല പൊതുവേ ഞാൻ. ചില കാര്യങ്ങൾ അതായത് ചില മെസ്സേജുകൾക്ക് വേണ്ടിയിട്ട് വളരെ ചെറിയ, അതായത് 100 കാര്യം നമ്മൾ ചെയ്താൽ 1-2 കാര്യങ്ങൾ മാത്രം ചിലതിന് വേണ്ടിയിട്ട് പറയുന്നതിനപ്പുറത്തേക്ക് ആരെങ്കിലും സഹായിക്കുന്ന കാര്യങ്ങൾ മറ്റൊരാളോട് വിളിച്ചു പറയുന്നതിനൊക്കെയുള്ള അല്പത്തരം വേറെ ഉണ്ടോ? അതുകൊണ്ട് എന്നാൽ കഴിയാവുന്ന സഹായങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് എന്നുള്ളത് അതിൻ്റെ നന്മയാണ് ഈശ്വരൻ എനിക്ക് നൽകിയതെന്നുള്ളതും നിങ്ങൾ മനസ്സിലാക്കുക. ഇതൊന്നും പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. കഴിഞ്ഞ വർഷം ഇതേ സമയം വീടില്ലാതിരുന്ന, എടുത്ത വണ്ടിയുടെ CC അടയ്ക്കാൻ പറ്റാതിരുന്ന, അല്ലെങ്കിൽ അടുത്ത മാസത്തെ ചിലവ്, വാടക, ഫ്ലാറ്റിൻ്റെ റെൻറ്റ്, ഇത് വെച്ചിട്ട് എറണാകുളത്ത് എങ്ങനെ ജീവിക്കാൻ കഴിയും എന്ന ഒരു അവസ്ഥയിലുണ്ടായിരുന്ന എനിക്ക് ഇപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നത് അടുത്ത ബിഗ് ബോസ് സീസണിന് കഴിഞ്ഞ ബിഗ് ബോസ് സീസണിൻ്റെ മാർച്ച് 25-ാം തീയതി രാത്രിയിലാണ് ഞാൻ ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് കയറുന്നത്. ഈ വർഷം മാർച്ച് 25-ന് എൻ്റെ സ്വന്തം ഫ്ലാറ്റിൽ അതിൻ്റെ ഇൻറ്റീരിയറിൻ്റെ ഫർണിഷ് പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് കയറാൻ, അതായത് സ്വന്തം വീട്ടിലേക്ക് കയറാൻ ആഗ്രഹിക്കുകയാണ്.
സ്വന്തമായി വാഹനങ്ങൾ വാങ്ങി, ഇതൊന്നും CC ഒന്നും അല്ലെന്ന് ആലോചിക്കണം, സ്വന്തമായി പൈസ കൊടുത്ത് വാങ്ങിയ വാഹനങ്ങളാണ്. പിന്നെ അത്യാവശ്യം കൊച്ചു കൊച്ചു ഇൻവെസ്റ്റ്മെൻറ്റുകളൊക്കെ ചെയ്യാൻ കഴിഞ്ഞു. ഇതൊക്കെ തന്നെ ഇത് എന്തുകൊണ്ട് സംഭവിച്ചതെന്ന് വെച്ചാൽ നമ്മുടെ വലിയ മിടുക്കോ ക്രെഡിറ്റോ ഒന്നുമല്ല, ഉള്ളിലെവിടെയോ ഒരു നന്മയോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ടാകാം, ഈശ്വരൻ അനുഗ്രഹിച്ചതാകാം. അപ്പോൾ അത് മറ്റാരുടെയൊക്കെയോ പ്രാർത്ഥനയുടെ കൂടി ഫലം എന്ന് കരുതി ഈ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ദിവസേന മെസ്സേജ് അയച്ച് 5,000 രൂപ മുതൽ 3 ലക്ഷം രൂപ വരെ കടം ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അവർക്ക് കൊടുത്തുവെന്ന് ചോദിച്ചാൽ അവർക്കൊന്നും കൊടുക്കാൻ ഞാൻ കഴിഞ്ഞിട്ടില്ല. എനിക്കറിയാവുന്നവർ തന്നെ എത്രയുണ്ട്. ജുനൈസിൻ്റെയും സാഗറിൻ്റെയും മറ്റേ ജോയിച്ചേട്ടൻ്റെ പടം കഴിഞ്ഞ 2 ദിവസം മുമ്പ് കഴിഞ്ഞു. ഇന്ന് വൈകിട്ട് ഞാൻ സാഗറിനെ വിളിച്ചിരുന്നു, ഞങ്ങൾ സംസാരിച്ചു. ജുനൈസിനെ വിളിച്ചിരുന്നു, സംസാരിച്ചു. അതിഗംഭീരമായ 2 കഥാപാത്രം അവർ പെർഫോം ചെയ്ത് വെച്ചിട്ടുണ്ട്. 100 ദിവസത്തിലധികം നടന്ന ഷൂട്ടാണ്. അപ്പോൾ ആ സിനിമ കാണാൻ ഞാനും ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്യണം. ഫിറോസ് വിളിച്ചിട്ട് ഫോൺ എടുത്തില്ലെന്ന് പറഞ്ഞാൽ, ഞാൻ ബിഗ് ബോസ് കഴിഞ്ഞ് ഇറങ്ങിയതിന് ശേഷം എൻ്റെ ഫോണിൻ്റെ ഇൻകമിങ് കോൾസ് എല്ലാം ഞാൻ ഓഫ് ചെയ്തിട്ടേക്കുമായിരുന്നു. കാരണം അത്രയേറെ കോൾസ് വരുന്നുണ്ട്. അതിൽ തന്നെ ഒരു 90% ആൾക്കാർക്കും പലവിധ ആവശ്യങ്ങൾ മാത്രങ്ങളേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇപ്പോഴും ഞാൻ ഈ അടുത്ത സമയത്ത് എൻ്റെ ഒരു സുഹൃത്തിനോട് പറഞ്ഞു, എനിക്ക് വരുന്ന ഫോൺ കോളുകളിൽ 99% പൈസ കടം ചോദിച്ചുകൊണ്ടുള്ള കോളുകളാണ്. ഇവരൊക്കെ എന്നെ കഴിഞ്ഞ 10, 15, 20 വർഷക്കാലമായിട്ട് ഞാൻ ജീവനോടുണ്ടോ എന്ന് പോലും അന്വേഷിച്ചവരെ ആയിരുന്നില്ല. അപ്പം ഏതോ കാലഘട്ടത്തിൽ പരിചയപ്പെടേണ്ട കഥകളും പറഞ്ഞ് സാമ്പത്തിക സഹായം ചോദിച്ച് മാത്രം വിളിക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അതിൽ ചിലരെയൊക്കെ സഹായിക്കും, ചിലത് കേട്ട് കളയും. അപ്പം ഫിറോസിനെയൊക്കെ ആ സമയത്ത് വിളിച്ചിട്ടുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. വിളിച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും തിരിച്ച് വിളിച്ചേനെ. എൻ്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ ഞാൻ രജത്തേട്ടനെയും ഫിറോസിനെയൊക്കെ അങ്ങോട്ട് വിളിച്ചിട്ട്, അശ്വന്ത് കോക്കിനെ പോലും ഞാൻ ആ സമയത്ത് അങ്ങോട്ട് വിളിച്ച്, ഇപ്പം സീക്രട്ട് സായിയെ ഞാൻ അങ്ങോട്ട് വിളിച്ചെന്നാണ് എൻ്റെ ഓർമ്മ. അങ്ങനെ പല ആൾക്കാരെ ഞാൻ അങ്ങോട്ട് വിളിച്ച് നന്ദി പറയുകയുണ്ടായിട്ടുണ്ട് ബിഗ് ബോസ് കഴിഞ്ഞിറങ്ങിയതിന് ശേഷം. ഈ ഫോൺ സ്വിച്ച് ഓഫ് ആകുന്നവരെ നമുക്ക് ലൈവിലിരിക്കാം. ഈ ഒരു മെസ്സേജിനോട്, ബിഗ് ബോസ് സീസൺ 5 ഏറ്റവും പരാജയമാണ് എന്ന് എന്ത് മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നതെന്ന് പറഞ്ഞാൽ ആ മാനദണ്ഡത്തെ ബേസ് ചെയ്തിട്ട് ഞാൻ പറയാം. ഇപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യത്തെ ഞാൻ എങ്ങനെയാണ് നല്ലതെന്ന് പറയുന്നത്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് ഇഷ്ടപ്പെട്ടില്ല, അതിനകത്ത് ഇപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സീസൺ ചിലപ്പോൾ 4 ആയിരിക്കും, ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടത് 3 ആയിരിക്കും, ചിലർക്ക് 1 ആയിരിക്കും. ആ ഉറക്കമൊന്നുമില്ല. ഞാൻ ഈ അതാ പറഞ്ഞ ഞാനിപ്പോൾ ഈ കണ്ണ് റെഡായത് സത്യമാണ്. കാരണം ഞാൻ ഭയങ്കര ടയേർഡായിരുന്നു. ഞാനിപ്പോൾ ഇന്നലെ നൈറ്റ് കണ്ണൂർ ബിഷപ്പ് ഹൗസിലായിരുന്നു സ്റ്റേ. രാവിലെ ഇറങ്ങി ബൈ ഫ്ലൈറ്റ് വന്നു, പ്രോഗ്രാമിന് പോയി, തിരിച്ചു വന്നു. വൈകിട്ട് വീണ്ടും ഒരു കറക്കമൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വന്ന് കിടന്നപ്പോഴാണ് ഞാൻ വിചാരിച്ചത്, ഒരു ലൈവ് ഇടണം എന്ന് ഞാൻ വിചാരിച്ചതാണ്, മറന്നുപോയി. അത് ഫേസ്ബുക്കിൽ നമ്മൾ മറ്റു വിഷയങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. ഈ ബിഗ് ബോസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിലും അത് ഇൻസ്റ്റയിലാണ്. ഞാൻ കൂടുതൽ ഇൻസ്റ്റയിൽ സംസാരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഇപ്പം എൻ്റെ സീസണിൽ എതിരാളി ഉണ്ടായില്ല എന്ന് പറയുന്നതിനോട് എനിക്കങ്ങനെ വലിയ യോജിപ്പില്ല. ഇപ്പം അങ്ങനെ പറഞ്ഞാൽ ഞാൻ ഒരാളെ മോശക്കാരാക്കി കാണിക്കുമ്പോൾ വന്നല്ലോ, ഇപ്പം 4 ചലഞ്ചേഴ്സ് വന്നല്ലോ, അവരവിടെ എന്ത് ചെയ്തു എന്ന് മാത്രം, അവരും ഞാനുമായിട്ടുള്ള കോണ്ടൻറ്റുകൾ മാത്രം നിങ്ങൾ ചർച്ചയാക്കുക. പിന്നെ ഞാൻ ഒരു കാര്യം എപ്പോഴും പറയാം, ഈ സീസൺ 5 മത്സരാർത്ഥികൾക്കിടയിൽ പുറത്ത് ഒരു വലിയ ബഹളങ്ങളൊന്നും നടക്കാത്തത് കൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ അങ്ങനെ ഓളമില്ലാതെ വരുന്നത്. പിന്നെ ഞാൻ പോലും മറുപടി പറഞ്ഞത്, ഒരു ബഹളമൊക്കെ വരട്ടെ, സീസൺ 6 ഒക്കെ ആരംഭിക്കാൻ പോകല്ലേ, ഞാൻ മറുപടി പറയുന്ന സമയത്ത് ഒരു ന്യൂസൊക്കെ വരുമല്ലോ. ഞാൻ കുറച്ച് സമയം കൊണ്ടിരിക്കുക. ഞാൻ ആവർത്തിച്ച് സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങൾ എന്നോട് നേരിട്ട് സംവദിക്കൂ. അല്ലെന്നുണ്ടെങ്കിൽ ഞാനൊരു കാര്യം ചെയ്യാം, ഒരു ബെസ്റ്റ് ഐഡിയ ഉണ്ട്. ഞാൻ ഏതെങ്കിലും ഓൺലൈൻ പ്ലാറ്റ്ഫോമുമായിട്ട് ഞാൻ സംസാരിക്കാം. എന്നെ എതിർക്കാൻ ആഗ്രഹിക്കുന്നവർ എന്നോട് ക്രിയാത്മകമായിട്ട് എന്ത് ചോദ്യങ്ങളും
ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവിടെ വെച്ച് നമുക്ക് നേർക്ക് നേർ സംവദിക്കാം. വെല്ലുവിളിയൊന്നുമല്ല. അതായത് നിങ്ങൾക്ക് എൻ്റെ അഭിപ്രായങ്ങളോട് തീരെ യോജിപ്പില്ലെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ധൈര്യപൂർവ്വം, അതായത് എന്നെ വലിച്ചു കീറാനുള്ളൊരവസരം ഇത് മാത്രം. ഇനി ഞാൻ ഈ പറയുന്ന സാധനം ഒന്ന് ജസ്റ്റ് റെക്കോർഡ് ചെയ്ത് വെച്ചോളൂ. ബാക്കിയല്ല ഞാൻ ഈ ലൈവ് ഡിലീറ്റ് ചെയ്യും. അപ്പം ഈ പറയുന്ന സാധനം നിങ്ങൾ റെക്കോർഡ് ചെയ്ത് വെച്ചോളൂ. എതിർക്കാൻ ആഗ്രഹിക്കുന്നവർ, എന്നെ വലിച്ചു കീറി ഭിത്തിയിൽ ഒട്ടിക്കാൻ ആഗ്രഹിക്കുന്നവർ, അഖിൽമാരാർ ഭാഗ്യം കൊണ്ട് ജയിച്ചവനാണ് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ, അങ്ങനെ ഭാഗ്യം കൊണ്ട് ജയിച്ച ഒരുവൻ സമൂഹത്തിൽ അധികം സുഖിക്കണ്ട എന്ന് നിങ്ങളൊരു തീരുമാനമെടുക്കൂ. ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ സമൂഹത്തിൻ്റെ മുന്നിൽ എന്നെ വലിച്ചു കീറി ഒട്ടിക്കാൻ ശേഷിയുള്ളവരാണെങ്കിൽ നേർക്ക് നേർ സംവദിക്കാൻ ഞാൻ തയ്യാറാണ്. ഏതവനോടും അത് താല്പര്യമുള്ളവരെല്ലാം തന്നെ എൻ്റെ ഇൻസ്റ്റയിലോ അല്ലെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റയിൽ മെസ്സേജ് ഇട്ടാൽ മതി. ഞാൻ ഈ ലൈവ് ഡിലീറ്റ് ചെയ്യും. അല്ലെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ വീണ്ടും ഞാൻ പറയുന്നു, ഇതാരെങ്കിലും ഇത് റെക്കോർഡ് ചെയ്ത് വെക്കുക. ഇത് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് എത്ര പേര്, 100, 200, 500, 1000, 10,000 ആയിക്കോട്ടെ, അങ്ങനെ വരുന്ന ആൾക്കാർക്ക് ഒരു നേരത്തെ ഭക്ഷണം അറേഞ്ച് ചെയ്യാം. എൻ്റെ വകയായിക്കോട്ടെ. ഉച്ചയ്ക്ക് നമുക്ക് ഒരു നേരത്തെ ഭക്ഷണം കഴിച്ച് ചോദ്യങ്ങളുമൊക്കെ ചോദിച്ച് നമുക്ക് അടിച്ച് പൊളിച്ച് പിരിയാം. അതുകൊണ്ട് ഒരിക്കൽ കൂടി പറയുന്നു, സ്വന്തം യൂട്യൂബ് ചാനലിൽ വീഡിയോ ഇട്ട് സ്വയം ആനന്ദം കണ്ടെത്താതെ എന്നെ വലിച്ചു കീറി ഒട്ടിക്കൂ. സ്വാഗതം, സുസ്വാഗതം.